ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന VFA 10th മെയിൻസ് 2027 നടക്കാൻ പോകുന്ന LTC എന്നീ പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഇന്ത്യൻ ചരിത്രത്തിൽ നിന്നുമുള്ള 40ഓളം ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ തുടങ്ങാം. ആദ്യത്തേത്, നാഷണൽ ഹെറാൾഡ് എന്ന ഇംഗ്ലീഷ് പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? നാഷണൽ ഹെറാൾഡ് എന്ന ഇംഗ്ലീഷ് പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് നാഷണൽ ഹെറാൾഡ് എന്ന ഇംഗ്ലീഷ് പത്രത്തിൻ്റെ സ്ഥാപകൻ. ഇത് 1938 സ്ഥാപിച്ചു. ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത് ഏതു ഭാഷയിലാണ്? ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത് ഏതു ഭാഷയിലാണ്? ഗുജറാത്തി. ഗുജറാത്തി ഭാഷയിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകം രചിച്ചത്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചത്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആനി ബസന്റ്. ആനി ബസന്റ് ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത്. സാൻ ഫ്രാൻസിസ്കോയിൽ ഖദ്ദർ പാർട്ടി സ്ഥാപിച്ചതാര്? ആരാണ്? ലാല ഹർദയാൽ. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു? ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു? രണ്ടാം വട്ടമേശ സമ്മേളനം. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കഴ്സൺ പ്രഭു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്, നേരത്തെ വന്ധ്യവയോധികയെ ചോദിച്ചത്, ഇത് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരായിരുന്നു? ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ലാഹോർ. ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത്. ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ആര്യസമാജം. ആര്യസമാജവുമായി ബന്ധപ്പെട്ടതാണ് ശുദ്ധി പ്രസ്ഥാനം. ഇന്ത്യൻ ചെരുമ്പടി ചേർക്കാനാണ് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ ആർമി ഏതാണ്? റാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യ സെൻ. സ്വരാജ് പാർട്ടി സിആർ ദാസ്. ഖദ്ദർ പാർട്ടി ലാല ഹർദയാൽ. അപ്പോൾ ആൻസർ ഏതാണ്? ബി ആണ് ആൻസർ. 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്നത് ആരാന്നാണ് ചോദിക്കുന്നത്. ആരാണ്? ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. DS കോത്താരി കമ്മീഷനാണ് 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത്. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം എന്നാണ് അദ്ദേഹം ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയത്? 1917 എവിടെ വെച്ചിട്ടാണ്? ബീഹാറിൽ വെച്ചിട്ടാണ്. 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ
സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? D.K. ഖാർവേ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുള്ള കാരണം? ചൗരി ചൗര സംഭവം. സന്യാസി കലാപം നടന്നത് എവിടെയാണ്? സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ബംഗാളിൽ വെച്ചിട്ടാണ് സന്യാസി കലാപം നടന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ബോംബെയിൽ വെച്ച് നടന്ന കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചതാരാണ്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? വില്യം ജോൺസ്. ചേരുംപടി ചേർത്തെഴുതാനാണ് പറയുന്നത്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, അത് ഭഗത് സിംഗ്. ഗദ്ദർ പാർട്ടി, ലാല ഹർദയാൽ. ഇന്ത്യൻ നാഷണൽ ആർമി, ഇന്ത്യൻ നാഷണൽ ആർമി, റാഷ് ബിഹാരി ബോസ്. ഫോർവേഡ് ബ്ലോക്ക്, സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ? ഇന്ത്യയും ചൈനയുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? കാൺപൂരിലാണ് നാനാ സാഹിബ് നേതൃത്വം നൽകിയത്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനോട് ലയിപ്പിക്കാൻ പ്രധാന പങ്കുവഹിച്ച നേതാവ്? ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനോട് ലയിപ്പിക്കാൻ പ്രധാന പങ്കുവഹിച്ച നേതാവ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ്? സരോജിനി നായിഡു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഖദ്ദർ പാർട്ടി സ്ഥാപിതമായ വർഷം എന്നാണ് ചോദിക്കുന്നത്. 1913. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആരുടെ വാക്കുകളാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളാണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം എവിടെയാണ്? മണിപ്പൂരിലാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തെ രൂപീകരിച്ച ആദ്യത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. മഹാത്മാഗാന്ധിജി അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ബെൽഹാം സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നത് ആരാണ് ചോദിക്കുന്നത്? ക്യാപ്റ്റൻ ലക്ഷ്മി. വിഷവൃക്ഷം എന്ന നോവൽ രചിച്ചത് ഇവരിൽ ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ കാലഗണനാക്രമത്തിൽ പട്ടികപ്പെടുത്തുക.
ആദ്യം നടന്ന സമരം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. എന്നാ നടന്നത്? 1917 എവിടെ വെച്ചിട്ടാണ്? ബീഹാറിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യം നടന്നത് ചമ്പാരൻ സത്യാഗ്രഹം. അടുത്തത് ചൗരി ചൗര സംഭവം, നിസ്സഹകരണ സമരം, ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേര് എന്തായിരുന്നു? 1931 ആരംഭിച്ച മാസികയുടെ പേര് എന്തായിരുന്നു? യങ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇന്ത്യയിലെ ആദ്യ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇന്ത്യയിലെ ആദ്യ സമരം ചമ്പാരൻ സമരം. ചമ്പാരൻ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇന്ത്യയിലെ ആദ്യ സമരം. എന്നാ നടത്തിയത്? 1917. ജർമ്മൻ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായ കേന്ദ്രം. ആരുടെ സഹായത്തോടെയാണ്? ജർമ്മൻ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായ കേന്ദ്രം റൂർക്കേല. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനിടയായ സംഭവം. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനിടയായ സംഭവം ചൗരി ചൗര സംഭവം. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു.